1346 കരിങ്കടലിന്റെ തീരത്ത് കാഫ എന്ന നഗരത്തിൽ മുഴങ്ങിയത് ലോകത്തിന്റെ തന്നെ ഗതി മാറ്റിയ നിലവിളിയായിരുന്നു. ഇന്നത്തെ യുക്രൈനിലെ ഫിയോഡോഷ്യ, അന്ന് അത് ജനോയിസ് വ്യാപാരികളുടെ സ്വർണ്ണഖനിയായിരുന്നു. പക്ഷേ അധികാരം പണത്തിന് മുകളിലായിരുന്നു. ഗോൾഡൻ ഹോർഡ് സാമ്രാജ്യത്തിന്റെ അധിപൻ ജാനിബേഗ് ഖാൻ കാഫയെ തന്റെ കാൽക്കീഴിലാക്കാൻ തീരുമാനിച്ചു. വെറുമൊരു യുദ്ധമായിരുന്നില്ല അത്, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാര കുത്തകയ്ക്കായുള്ള രാഷ്ട്രീയ പോരാട്ടം. വർഷങ്ങളോളം നീണ്ട ഉപരോധം നഗരത്തെ തളർത്തി. കോട്ടയ്ക്കുള്ളിൽ ദാരിദ്ര്യം പടർന്നു. എന്നാൽ പുറത്ത് ജാനിബേഗ് ഖാന്റെ സൈന്യത്തെ കാത്തിരുന്നത് മറ്റൊരു ശത്രുവായിരുന്നു. 1346കളുടെ തുടക്കത്തിൽ മംഗോളിയൻ പാളയങ്ങളിൽ മരണം താണ്ഡവമാടി. യുദ്ധമല്ല, മറിച്ച് കറുത്ത മരണം അഥവാ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗ് എന്ന മഹാമാരി അവരുടെ പകുതിയിലേറെ സൈന്യത്തെയും തുടച്ചു നീക്കി. തോൽവി ഉറപ്പായ നിമിഷം നിരാശയിൽ നിന്നും പകയിൽ നിന്നും ചരിത്രത്തിലെ തന്നെ ഏറ്റവും പൈശാചികമായ ചരിത്രം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു പ്രതികാരത്തിന് ജാനിബേഗ് ഖാൻ മുതിർന്നു. പ്ലേഗ് ബാധിച്ചു മരിച്ച തന്റെ സൈനികരുടെ മൃതദേഹങ്ങൾ അദ്ദേഹം വലിയ കവണകളിൽ നിറച്ചു. നഗരമതിലിന് മുകളിലൂടെ അവ കാഫയുടെ തെരുവുകളിലേക്ക് എറിഞ്ഞു. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ വാർഫെയർ അഥവാ ജൈവായുധം അവിടെ പ്രയോഗിക്കപ്പെട്ടു. ആകാശത്തു നിന്നും മൃതദേഹങ്ങൾ നഗരത്തിൽ മഴ പോലെ പെയ്തിറങ്ങി. കാഫയിലെ വായുവും വെള്ളവും വിഷലിപ്തമായി. മൃതദേഹങ്ങളിലെ ചെള്ളുകളും എലികളും വഴി ആ മഹാമാരി കോട്ടയ്ക്കുള്ളിൽ പടർന്നു പിടിച്ചു. മരിച്ചു വീഴുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ജീവൻ രക്ഷിക്കാൻ ഇറ്റാലിയൻ വ്യാപാരികൾ കപ്പലുകളിൽ നഗരം വിട്ടു. അവർ കരുതിയത് അവർ രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷേ ആ മരണക്കപ്പലുകളിൽ പ്ലേഗ് രോഗാണുക്കളും ഉണ്ടായിരുന്നു. 1347 ഈ കപ്പലുകൾ സിസിലിയിലും യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലും എത്തിയതോടെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൻ ദുരന്തത്തിന് തുടക്കമായി. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഈ ഒരു യുദ്ധത്തിൽ തുടങ്ങിയ മഹാമാരി യൂറോപ്പിലെ 50% ജനങ്ങളെയും കൊന്നൊടുക്കി. ഏകദേശം 25 മുതൽ 30 ദശലക്ഷം വരെ ആളുകൾ യൂറോപ്പിൽ മാത്രം മരിച്ചു. ആഗോളതലത്തിൽ ഇത് 200 ദശലക്ഷം വരെ എത്തിയേക്കാമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരു ഭരണാധികാരിയുടെ പകയും ഒരു നഗരത്തിന്റെ ആർത്തിയും ചേർന്ന് ലോകത്തെ ഒരു ശവപ്പറമ്പാക്കി മാറ്റി. കാഫയിലെ ആ ഉപരോധം അവസാനിച്ചെങ്കിലും മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അത് ഉണങ്ങാത്ത ഒരു മുറിവായി ഇന്നും ശേഷിക്കുന്നു. യുദ്ധം വെറും ഒരു വിജയമല്ല, അത് ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു ദുരന്തമാകാമെന്നതിന്റെ വലിയ പാഠമാണ് കാഫ.